കൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ ഉയരമുള്ള ആള് പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അത് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോ. കഴിയൂല ചെറുപ്പക്കാരാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്കത് പറയാ കഴിയൂലടാ. കാരണം ചരിത്രം അത് സാക്ഷിയാ. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അവസാനം മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ചുറ്റുഭാഗത്ത് സഹാബികൾ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ. പടച്ചവനെ നാവ് പൊങ്ങുന്നില്ല, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കിടന്നു വന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമതായി ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കഴിയുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ ചെന്നിട്ട് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്? അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറയുന്നു, നബിയേ, അൽഖമ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. അൽഖമാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ഒരു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാൻ താലോലിച്ച് പൊന്നുപോലെ വളർത്തിയ എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാ കഴിഞ്ഞില്ല നബിയേ. എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അവൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാതെ കഴിയൂല. നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കവനെ മറക്കാ കഴിയില്ല നബിയേ, എനിക്കവനോട് പൊരുത്തപ്പെടാതെ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, വിറക് ശേഖരിച്ച് തീയിട്ട് കരിച്ച് കളരാബാ, ജീവനോടെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് അവരെ കരിച്ച് കള സഹാബാ. പറയേ
പറയേണ്ട താമസം ഉമ്മ പറയുന്നു നബിയേ എന്റെ പൊന്നുമോനെ കരിക്കല്ല നബിയേ ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് രക്ഷപ്പെടൂല എന്റെ ചെറുപ്പക്കാരാ അവന്റെ വില എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പഠിച്ചവരെ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാന്റെ വില മനസ്സിലാകണമെങ്കിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ ചില മക്കൾ അങ്ങനെയാണ് ഈ നാട്ടിലും പടച്ചവരെ ഈ നാട്ടിലും ചില മക്കൾ ഉണ്ടാകുമല്ലോ പടച്ചവനെ പെണ്ണും കെട്ടി മക്കളായാൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടെങ്കിൽ എവിടെ പോയാലും റൂമിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയും ഞാൻ കടയിൽ പോകുകയാ ഞാൻ ജോലിക്ക് പോവുകയാ ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന ചില മക്കളുണ്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്താണ് കൊണ്ടുവരേണ്ടത് എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു മോനെ ലുഖ്മാനേ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോരെ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുതരുവോ മോരെ ലുഖ്മാൻ തങ്ങളുണ്ടല്ലോ ഉമ്മാനോട് പറഞ്ഞ മറുപടി ഉമ്മ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത് ഉമ്മാന് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത് ലുഖ്മാൻ തങ്ങള് തന്റെ ഉമ്മാന്റെ മുന്നിലിരിക്കുകയോ എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഒന്ന് കാലുയർത്തുവോ ഉമ്മ ഒന്ന് കാലുയർത്തുവോ ഉമ്മ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പെറ്റുമ്മാന്റെ കയ്യിൽ വെച്ച് കൊടുത്തു പറയുന്ന ഉമ്മ സ്വർഗത്തിലെ മണ്ണിതാവുമ്മ സ്വർഗത്തിലെ മണ്ണിതാവുമ്മ ചെറുപ്പക്കാരാ നമ്മുടെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ പോര് നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് അത് തിരിച്ചറിയാ കഴിയണമടാ സ്വന്തം ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവന് മകനല്ലടാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് രണ്ടാമതാരോടാ നബിയേ നിന്റെ ഉമ്മയോടാ മൂന്നാമതാരോടാ നബിയേ നിന്റെ ഉമ്മയോടാ നാലാമതാരോടാ നബിയേ നിന്റെ വാപ്പയോടാ മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉമ്മ 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 ഉമ്മക്ക് ഈ മഹത്വം കിട്ടാറുള്ള കാരണമെന്താ ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ് അല്ലാഹുവേ 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്നത് വാപ്പയല്ലടാ ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയോ എല്ലാവരും കല്യാണത്തിന് പോയാ ഉമ്മ പോകാറില്ല കാരണം നടക്കാൻ വയ്യ ഓടാൻ വയ്യ കിടക്കാൻ വയ്യ പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ 9.5 മാസക്കാലം പടച്ചവര് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള് 5 മിനിറ്റ് നമ്മുടെ തോളിൽ കൈവ
വെച്ചാ നമുക്ക് സഹിക്കൂല. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ആ കൈ നമുക്ക് അസൗകര്യമായി തോന്നുമല്ലോ. എങ്കിൽ 9.5 മാസം വയറ്റിൽ ചുമന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് നിന്റെ പെറ്റുമ്മയാ. പ്രസവ സമയത്ത് ഉമ്മ കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അറിയില്ല ചെറുപ്പക്കാരാ, ആ വേദന നമുക്കറിയില്ലടാ. എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവൂല. ഉമ്മ അനുഭവിച്ച വേദന വല്ലാത്ത വേദനയാ. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചത് നിന്റെ ഉമ്മയാ. നിനക്ക് 2 വയസ്സാകുന്നത് വരെ പാല് തന്നത് നിന്റെ പെറ്റുമ്മയാ. പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞപ്പോ അല്ലാഹുവേ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പാല് തന്നത് നമ്മുടെ പെറ്റുമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാ കടമ. വാപ്പയ്ക്ക് മഹത്വമില്ലെന്നല്ല, വാപ്പയ്ക്ക് കടമയില്ലെന്നല്ല. ആരാ വാപ്പയെന്നറിയുവോ? സ്നേഹം കാണിക്കാതെ സർവ്വതും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നടക്കുന്ന നമ്മുടെ വാപ്പ. സ്വന്തം ഉരുകിയിട്ട് സ്വന്തം വിയർപ്പല്ല രക്തം വിയർപ്പാക്കിയിട്ട് നമ്മളെ പോറ്റി വളർത്തുന്ന വാപ്പാനെ നമുക്ക് തിരിയാനിട്ടോ. റസൂലുള്ളാഹി പറയുന്ന നമ്മുടെ വാപ്പ ആരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടവാമോനെ വാപ്പ. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗ കവാടമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാ അനുഗ്രഹവും അവരുടെ ഖബറിന്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണേ നാഥാ. സംഘാടകര ബക്കറ്റുമായിട്ട് കിടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം വാപ്പയ്ക്ക് സ്വന്തം ഉമ്മയ്ക്ക് നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ പടച്ചവര് അവരുടെ ഖബർ വിശാലമാകാ, അവരുടെ ഖബർ സ്വർഗമാകാ, അവരുടെ മണ്ണറ മണിയറയാകാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പടച്ചുറപ്പൊരു നല്ല മരണം കൊടുക്കാറ്, അവരുടെ പൊരുത്തം കെട്ടാറ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയുമോ? അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നു അവരുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കടേ തമ്പുരാനെ, നീ മണിയറയാക്കടേ റഹ്മാനെ. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ മതി പ്രതിഫലം, ഇബാദത്തിന്റെ പ്രതിഫലം. 5 കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലം. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, സമയമില്ലല്ലോ, ഇന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ. കാരണം ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി, ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രായം ചെന്ന തൊലിയെല്ലാം ചുളുങ്ങിപ്പോയ വാപ്പാനെ കാണിച്ചിട്ട് തന്റെ വാപ്പയാണെന്ന് പറയാ നാണക്കേടാ. സ്വന്തം ഉമ്മ ഇതെന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാ മക്കള് കടിമടിക്കുന്ന കാലവാ. മോനെ,
അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയാ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വഅദിനിറങ്ങുമ്പോ ഈ പ്രാവശ്യം വഅദിനിറങ്ങിയപ്പോ വല്ലാത്ത സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ വന്നു. മാനെ കണ്ടപ്പോ അവസാനം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടിറങ്ങുമ്പോ മനസ്സിന് വല്ലാത്ത കുളിർമ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആര് വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഉമ്മ വഴക്ക് പറയും. ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ്. ലോകത്ത് ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. മക്കള് പറഞ്ഞാലും, ഉസ്താദന്മാര് പറഞ്ഞാലും, കൂടപ്പറപ്പ് പറഞ്ഞാലും, നാട്ടുകാര് പറഞ്ഞാലും, പടച്ചവനെ പാതിരാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യങ്ങാണ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് സഹിക്കൂല. പക്ഷേ 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയും. ഇത്രയും നേരം എവിടെ പോയി കിടന്നടാ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും, ഉമ്മ വഴക്ക് പറയുമ്പോഴും ചിരിക്കാറാ പതിവ്. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാലും അതിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്, വല്ലാത്ത ഒരു സുഖമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. വല്ലാത്ത ഉമ്മ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചിരിയാ അല്ലേ? രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അടി കൊടുക്കാം, അല്ലേ ദേഷ്യപ്പെടും. ആര് പറഞ്ഞാലും, പക്ഷെ ഉമ്മ വഴക്ക് പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖവാ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ചില മക്കളുണ്ട് അല്ലേ? മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദ് ദുആ ചെയ്യാ. അതിന് കാരണം പറയുന്നുണ്ടെന്നറിയോ? മാതാപിതാക്കള് കടന്ന് വേദന തിന്നുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദെ. പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നേ. പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കണേ. മനുഷ്യ, ആ മനുഷ്യൻ വേദന സഹിച്ചാൽ അള്ളാഹു ആ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ കഴിയുന്നടാ സ്വന്തം ഉപ്പായും ഉമ്മായും മരിക്കാൻ ദുആ ചെയ്യാൻ? എത്ര മക്കൾ രോഗം പിടിച്ചിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മാപ്പയാണെങ്കിൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ മോനെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതില്ലാതാകുമ്പോഴേ അതിന്റെ വേദന നമുക്കറിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 2, അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. അല്ലാഹുവിന്റെ കഅബാലയം അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4, സംസം വെള്ളത്തിൽ നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അതുകൊണ്ടാ സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണമെന്ന് പറയുന്നത്. സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ. നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, അത് നോക്കിയിട്ട് കുടിക്കണം. അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് വെക്കേഷന്റെ സമയത്ത് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് സഹായിക്കണം. പോകാൻ ആയുസ് വേണമല്ലോ, ആരോഗ്യം വേണമല്ലോ, അള്ളാഹുവിന്റെ വിളി ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയൊക്കെ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് വേണ്ട, ഞാനവിടെ ചെന്നാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഞാനവിടെ ചെന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകരുടെ കയ്യിൽ നമ്പറുണ്ട്. നമുക്ക് ഈ കമ്മീഷന്റെ പണി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കൂടെ കൂടുക. അള്ളാഹു എല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ ഉമ്മാന്റെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ.
3 പാപം ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പല പാപങ്ങളുണ്ട്. 3 പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ശിക്ഷ കൊടുക്കും. അതിലെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസാൻ, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള, തല്ലണ്ട ഇതവിടെ, മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായി. നിർത്താൻ സമയമായോ? നിർത്താൻ സമയമായോ? ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണ. നിർത്തണോ? എനിക്ക് നാളെ വയനാടാ പരിപാടി, ഒന്ന് ചുരം കയറണം, അതുകൊണ്ടാ. ഇപ്പൊ അങ്ങ് വിട്ടാ രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടത്തെ. നിർത്താറായോ? ഈ 3 പാപം, 3 ശിക്ഷ ഏതാണെന്ന് പറഞ്ഞിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കേൾക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെണ്ണന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പ് ശിക്ഷ തരികയാണ്. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ന് രാത്രി കരഞ്ഞു, ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന, വാപ്പയോട് വാശി കാണിച്ച് നടക്കുന്ന നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഫോൺ വിളിക്ക്, ഉപ്പാനെയും ഉമ്മാനെയും ഫോൺ വിളിച്ച് സംസാരിക്ക്, ഇല്ലെങ്കിൽ അവരെ പോയി സലാം പറയാതെ ഞാൻ ഇനി പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല. ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ്ണ്? ഇല്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ ആ മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള്, നിന്റെ മക്കളുടെ സ്നേഹം അല്ലാഹു നിനക്ക് ഒരുപാട് കാലം തരൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മ പറയുന്നതനുസരിക്കണേ മോര്. മാതാപിതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് ഉമ്മ പറയുന്നത് കേൾക്കണേ മോര്. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ, എന്റെ ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്, സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, പെങ്ങള്, കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് പെണ്ണുങ്ങള് കാമുകന്റെ കൂടെ പോകുന്ന കാലവാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് എത്ര കരഞ്ഞാല് ഒരു കരുണയും കാണിക്കാത്ത യുവത്വേ, ഈ ചരിത്രം നിനക്ക് പാടപാടി. ഒളിച്ചോടി പോയവളുമാര് മുഴുവനും പുഴുത്തു ചാകാനുള്ള കാരണമെന്തെന്നറിയോ? ആത്മഹത്യ ചെയ്യാറുള്ള കാരണമെന്തെന്നറിയോ? പടച്ചവനെ, ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാമടാ. എന്ത് മറന്നാലും മറക്കരുത്. വല്ല മാതാപിതാക്കള് പൂറ്റി വളർത്തിയ മക്കളെ അതാ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട്
എന്നോട് പറഞ്ഞു തന്നോ? എടാ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ, അവൾക്കൊരു ഉമ്മയുണ്ടായിരുന്നടാ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്ങാണം ഈ ഭൂമിയിൽ വീണ ഒരു കാലത്ത് നീ രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അതിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൂട്ടുകാർ മുഴുവനും പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് പറയാ. കൂട്ടുകാര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പിരിയുകയാണ്. പടച്ചവരെ, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ, കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോകുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കുകയാണ്. ഉംറയ്ക്ക് പോലും പോകാൻ നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു. ഉമ്മാനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോയുമ്മ, ഞാനും കൂടെ പോകട്ടെ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു. വീടിന്റെ അകത്തേക്ക് കിടന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, പാപം ചെയ്യാനല്ലല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫളിലെന്ന് പറയുന്ന പൊന്നുമകന് വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, അവസാന യാത്ര തുടങ്ങി. മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു. ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത്. അവസാനം ചിന്തിച്ചു, നാദാ, 2 റക്അത്ത് നിസ്കരിക്കാൻ തമ്പുരാന് നമസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി ഉളുവെടുത്തിട്ട് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫളിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ്. എല്ലാവരും തല്ലുകയാണ്. കാരണം എന്തെന്നറിയുമോ? അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. ഫളിലാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് പിടിച്ച് കെട്ടുകയോ. കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. ഇത് കരങ്ങളും അങ്ങ് വെട്ടിമുറിക്കുകയാണ്. പടച്ചവരെ, 2 കൈപ്പത്തികളും വെട്ടിമുറിച്ചോ. 2 കാലും ഇവൻ നടക്കാൻ പാടില്ല. അവന്റെ കാല് 2ഉം വെട്ടിമുറിച്ചു. ഇവന് കാണാനിനി കണ്ണ് വേണ്ട, കണ്ണങ്ങ് ചൂടി നടക്കുകയാണ്. പടച്ചവനെ, ഒറ്റ ദിവസം കൊണ്ട് 2 കൈയും പോയി, 2 കാലും പോയി, 2 കണ്ണും പോയി. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ അതില് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. വഴിയോരത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നു മരണത്തോട് മല്ലടിക്കുകയാ. യാചിക്കുന്നു, എന്റെ ദുനിയാവ് നഷ്ടമായി, എന്റെ ആഖിറം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ.
മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ, മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ, അള്ളാനെ ഓർത്തിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാചിക്കുകയാ. ഏതോ യാത്രക്കാര് അള്ളാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അവിടെ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നു. ഒരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഉമ്മ നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. അവന് കണ്ണില്ല, കൈയില്ല, കാലില്ല. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫദില് വിളിക്കുന്നു, ഉമ്മ, ഞാനാടുമ്മ, ഉമ്മാടെ പൊന്നുമോന് ഫദിലാ ഉമ്മ. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. കള്ളു കുടിക്കാൻ പോയതല്ലടോ, വ്യഭിചരിക്കാൻ പോയതല്ലടോ, സിനിമയ്ക്ക് പോയവനല്ലടോ, കറങ്ങാൻ പോയവന്റെ കഥയല്ല, ഒളിച്ചോടിയവന്റെ കഥയല്ല. പെങ്ങള് പടച്ചറപ്പിന്റെ കഅബാലയത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ? അള്ളാന്റെ പള്ളിയിൽ ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറയുമ്പോ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അള്ളാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല. നിന്റെ അവസാനം മോശമാ, നിന്റെ അവസാനം മോശമാ, നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, മക്കയിൽ പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യല്ലേ? പരമനുഷ്യന്മാരെ നല്ല കാര്യല്ലേ? എന്നാ ഉമ്മ മകനോട് പറഞ്ഞു പോകണ്ട. ഉമ്മ പറഞ്ഞു പോകണ്ട. മോൻ പോയപ്പോ അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ 18 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവർക്ക് അല്ലാഹ് പിന്നെ സ്വർഗം കൊടുക്കോ? അവള് പുഴുത്തല്ലേ ജാവത്തുള്ളൂ, അവള് പുഴുത്ത് തന്നെ ജാവും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അൽഖമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണ്. ഒരു ഉമ്മയ്ക്ക് തോന്നിയതാ, ഉമ്മാൻ അങ്ങനെ തോന്നിയതാ. അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന് ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു. അത്രേ ഉള്ളൂ. തല്ലിയതും ചീത്ത വിളിച്ചതും പട്ടിണി കിട്ടുന്നല്ല. ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴാ അതിന് കഴിഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുകയാണ്. 2, നല്ല മരണമില്ല. 2, നല്ല മരണമില്ല. മൂന്നാമത് അല്ലാഹു തരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ. പെറ്റുമ്മാനെ വേദനിപ്പിക്കുന്ന, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കേട്ടോ. അല്ലാഹുവേ, അടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ ചെന്നു. ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാ. മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാ. കാണാൻ ചെന്നപ്പോ, ഉസ്താദേ, എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്,
എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്തിട്ട് ഇടിക്കുകയാ, എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അല്ലാഹുവേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് അല്ലാ. ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അല്ലാഹുവേ, പെറ്റതള്ളയെ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ അല്ലാ. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്. രക്ഷപ്പെടില്ലടാ ചെറുപ്പക്കാരാ, വല്ലാഹി സത്യം, ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനെ ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി. ഒന്ന് തിരിഞ്ഞു നോക്കാ. അല്ലാഹുവേ, ഇന്നവൾക്ക് ഭർത്താവും മക്കളും മതി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് സ്വർണ്ണവും തന്ന് നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് നോക്കാൻ സമയമില്ല, വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് അല്ലാ ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഉമ്മാന വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെയല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ, എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മളെവിടെ കിടന്ന മൂത്രമൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങളും ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ, നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ. നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ. നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എങ്ങനെ വളർത്തിയാല്, എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാല്, നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാന്റെ നേരെ കൈപൊക്കിയിട്ടുണ്ടോ? പാനെ നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ? പാനെ അടിച്ചിറക്കിയിട്ടുണ്ടോ? വല്ലാഹി സത്യം, നിന്റെ മക്കളെ ചെയ്യും വാപ്പാ. എങ്ങനെ വളർത്തിയാൽ, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ, നിന്നെ ചീത്ത വിളിക്കും, നിന്നെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ കിട്ടിയപ്പോ, പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ, മോള് ഇപ്പോഴേ നോക്കിക്കോ, ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കും മോള്, അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ, അപ്പോഴേ ഉമ്മാന്റെ നെഞ്ച് പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതല്ലേ, വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് കരമുമ്മ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഉമ്മ, എനിക്ക് നിങ്ങളുടെ പൊരുത്തം വേണം, ഞാൻ നിങ്ങളുടെ പൊന്നുമോനല്ലേ, നിങ്ങളുടെ
കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണം ഉമ്മ. ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ, വാപ്പായോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ണ് ഈ പാതിരാത്രി വിളിക്കുമോള് ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല. നിന്റെ വിളി കാത്ത് കിടക്കുകയാ, നിന്റെ ഒരു വിളിയും കാത്ത് കിടക്കുന്ന ഉമ്മ. എന്തേ മോള്, എന്റെ മോക്ക് സുഖമാണോ? ഈ പാതിരാത്രി വിളിച്ചാലും ഉമ്മ നിന്റെ വാക്ക് വല്ലാതെ ഇഷ്ടമാ പൊന്നുമോള്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഒരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. നീ പള്ളിക്കാട്ടിലാണെങ്കില് 6 അടി മണ്ണിന്റെ കെട്ടാണെങ്കില് നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ. പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല. എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. നാളെ പോകടാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ. മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ടും എനിക്ക് പൊരുത്തം തരണേ. ഉമ്മകത്ത് കിടന്ന് കേൾക്കുവടാ. ഞാനും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട്, നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഒരാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കും, മോശമായതും കൊണ്ട് കാണിക്കും. ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കള് കരയും മോനെ. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ മറക്കല്ലേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാ അല്ലാ. ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ, ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാഥാ. റബ്ബേ, എല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.